ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈസി വെജിറ്റബിൾ കറിയാണ്. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറി. ഇതൊരു ബാച്ചിലർ റെസിപ്പിയാണ്. അല്ലാത്തവർക്കൊക്കെ ഇത് ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിനായിട്ട് ഞാനൊരു 10 ചെറിയ വെണ്ടയ്ക്കയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാളയും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാനൊരു 3 തക്കാളി ചേർക്കുന്നുണ്ട്. പുളിവെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി. ഇതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഇനി ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് വറുക്കാനുള്ള വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി ചൂടാക്കിയെടുക്കാം. ചീനച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓയിലോ എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലോ, അത് ചേർത്തോളൂ. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുക്, കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് വരും. നമുക്ക് ഉപ്പ് ചേർക്കാം. സവാള ഒരു ഹാഫ് ആയിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും വഴന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം സവാള മാത്രം അരിഞ്ഞു വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറേ സമയം ലാഭം കിട്ടും. സവാള അരിഞ്ഞു വെച്ചിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് സവാള അതിലേക്ക് ഇട്ട് ഏകദേശം വഴന്ന് വരുന്ന സമയം കൊണ്ട് തക്കാളിയും വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്താൽ മതി. വെണ്ടയ്ക്ക ഒരു ഹാഫ് വഴന്ന് വന്നാൽ മതി. മുഴുവൻ വെജിറ്റബിൾസ് ഒന്നും മുഴുവനായിട്ടും വേവിക്കരുത് എന്നാണ്. അപ്പോൾ ഒരു ഹാഫായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി അരിഞ്ഞ് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഒരു 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർക്കുക. ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടേസ്റ്റ് കുറയുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ, അതായത് ഒരു വലിയ സ്പൂണോളം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5-2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ കറിയുടെ തിക്നെസ്സിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഇവിടെ കാണിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1.5 ഗ്ലാസ്സിലധികം വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ കറി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ വെണ്ടയ്ക്കയ്ക്ക് ഒരു കൊഴുപ്പാണല്ലോ ഉണ്ടാവുക. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് തിളക്കട്ടെ. ഇതൊന്ന് തിളയ്ക്കണം. നന്നായി തിളച്ച് ഇതിലെ മസാലകളൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം. അപ്പോഴേക്കും നമുക്കിത് അരിയാനൊക്കെ എടുത്ത് വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വരാം. ഇത് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് വിടുമ്പോൾ അത്
അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്നറിയാം, എന്നാലും ബാച്ചിലേഴ്സിന് വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.